ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യ നീതു വ്ളോഗ് സോഷ്യൽ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ ഒരു ക്ലീനിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ദാണ്ടെ ക്ലീനിങ് വീഡിയോ എന്ന് വെച്ചാൽ അന്ന് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഇപ്പം നമുക്ക് ദാ ഈ ഹാളും പിന്നെ ആ റൂമൊക്കെ ഈ രണ്ട് റൂം ഒന്ന് വൃത്തിയാക്കുന്ന വീഡിയോ. ഇതാ കണ്ടോ ഗൈസ്, രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ അപ്പോൾ ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഈ രണ്ട് റൂം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. നേരത്തെ ഞാൻ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ ഇവിടെ എല്ലാം ഒന്ന് അടുക്കി പറക്കി ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഗൈസ്, പുറത്ത് നല്ല മഴയാണ് പെയ്യുന്നത്. എന്താ ഗൈസ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് പെയ്യുന്നത്. ഒരു തോർച്ചയില്ലാത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇങ്ങനെ? അപ്പം എന്താ ഇവിടെ ഇത്രയൊക്കെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് രാവിലത്തെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് വിചാരിച്ച് ഇവിടെ എല്ലാം അടുക്കി പറക്കിയാണ് തൂത്ത് വരാൻ. ഇവിടെ ആണെങ്കിൽ മൊത്തവും വലിച്ച് വാരി ഇട്ടിരിക്കുക. രാവിലെ ഇതാ ഗൈസ്, കണ്ടോ ഗൈസ്, ടെക്സ്റ്റൊക്കെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ചീപ്പൊക്കെ കൊണ്ടുവന്ന് ആ ടെക്സ്റ്റിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് വാരി ഇട്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, രാവിലെ ഇന്നലെ ഒരു സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോറി രാവിലെ ബുക്കിൽ കാണാനിട്ട് ഇവിടുന്ന് ബുക്ക് നോക്കിയതാണ് ഇത്രയും വാരി വലിച്ചിട്ടത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് അടുക്കി പറക്കിയിട്ടുണ്ട്. രാവിലെ എല്ലാം വാരി വലിച്ചൊക്കെ ഇട്ടിരുന്നായിരുന്നു. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് അടുക്കി പറക്കി ഇനി നമുക്ക് ചൂലെടുത്ത് തൂത്ത് വാരിയിട്ട് വരാം. ഞാനിവിടെ ക്ലീൻ ചെയ്തിരിക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഗൈസ്, ഞാനവിടെ തൂത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. ഇപ്പോഴെല്ലാം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി ഇവിടെയൊക്കെ അങ്ങ് തൂത്ത് വാരിയിട്ടുണ്ട്. നല്ല ഡീപ്പായിട്ടൊരു ക്ലീനൊക്കെ ചെയ്തു. അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഹാളാണ് കേട്ടോ. ഹാള് മാത്രമേ ഞാൻ വൃത്തിയാക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ദേവുട്ടിയുടെ റൂമിലേക്ക് പോകാം. ഇവിടാണ് തോനെയും അടുക്കി പറക്കാനൊക്കെ കിടക്കുന്നത്. കണ്ടോ, എല്ലാം വാരി വലിച്ചിട്ടിരിക്കുക. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം തറയിലൊക്കെ വാരി വലിച്ച് എല്ലാം ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം ഇനി അടുക്കി പറക്കാം. അപ്പോൾ ഗൈസ്, ദേവുവിൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാം. ടെക്സ്റ്റ് എല്ലാം നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തേക്ക് ഞാൻ അടുക്കി വെക്കുകയാണ്. ഇവിടാണ് ആള് പഠിക്കുന്നത് കേട്ടോ. പഠിത്തമല്ല, ഇവിടെ ഇരുന്ന് പഠിക്കത്തോളം. ഇപ്പം ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം എന്താ ഇതെല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ എടുക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ഇതൊക്കെ ഈ കട്ടിൽ തന്നെ വെച്ചിരിക്കണം, ഈ ബെഡിനകത്ത് ഇത് കിടത്തിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുക. ഇതെല്ലാം ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. ഞാൻ ഇതൊന്നും അനക്കുന്നില്ല, ജസ്റ്റ് വാരി വലിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റുന്നതേ ഉള്ളൂ. ഗൈസ്, ഒരു മുടി ചീക്കുന്നതിന് എത്ര ചീപ്പിട്ടാന്നറിയാമോ ചീപ്പുന്നത്? ആദ്യമേ മുടിയുടെ ഉടക്ക് കളയുന്നത് കണ്ടേ തടിയുടെ ചീപ്പ് വെച്ചിട്ടാണ്. ഇതിപ്പം നല്ലൊരു ചീപ്പായിരുന്നു. ഇത് താഴെ വീണ് രണ്ട് സൈഡും അങ്ങ് പൊട്ടി. പിന്നെ അതേപോലെ തന്നെ അതിനടുത്ത് വേണ്ട 3 ചീപ്പ് ഇട്ടിട്ടാണ് ചീപ്പുന്നത്. ഇവിടെയൊക്കെ വാരി വലിച്ചിട്ടിരിക്കുക. ഗൈസ്, ഇപ്പം ഞാനിതൊന്ന് അടുക്കി പറക്കിയിട്ട് വരാം. കാരണം ഫോൺ എവിടെയെങ്കിലും ഒന്ന് വെക്കണം, ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഞാൻ ഇവരെ ട്രൈപോഡൊന്നും മേടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കൈ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഞാനിതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ട് വരാം. അല്ലാതെ എനിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ എല്ലാം ഒന്ന് അടുക്കി പറക്കി, ഇവിടെ എല്ലാം അടുക്കി പറക്കി ടെക്സ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ബെഡൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്.
നേരത്തെ ഞാൻ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തതായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം വലിയ പൊടി അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഇത് ദേവുവിൻ്റെ തുണി വെക്കുന്ന ബാസ്ക്കറ്റാണ്. ഇനി ഇതിനെയൊക്കെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കുക. ഇവിടുന്ന് ഞാൻ അനക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനതൊന്നും അനക്കാറില്ല. പിന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കിയൊക്കെ പറക്കി ഇനി ഇതെല്ലാം ബെഡ്ഷീറ്റ് ചവിട്ടിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തൂത്തുവാരിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാനാണ്ട് ഇവിടെ എല്ലാം തൂത്തുവാരി നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എന്നും തൂത്തുവാരുന്നതാണ്, പിന്നെ വലിയ പൊടിയായിട്ടൊന്നും ഇല്ല. പിന്നെ എല്ലാം ക്ലീൻ ചെയ്തു. ഞാൻ എല്ലാ 2 റൂമും ഒന്ന് കാണിച്ച ഹാളും ഞാൻ ഈ ദേവുട്ടിയുടെ റൂമുമാണെന്ന് ഡീപ്പ് ക്ലീനിങ്ങിന് ഉദ്ദേശിച്ചതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഹാളൊന്ന് കാണിച്ചതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ പറയണം. തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നാലേ എനിക്കത് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇനിയും നല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ജസ്റ്റ് തുടക്കം മാത്രമാണ് ഈ വീഡിയോ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആരും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.